സാക്ഷര കേരളം, സാംസ്കാരിക കേരളം, അങ്ങനെ അനവധി വിശേഷണങ്ങളുള്ള നാട്ടിലാണ് ഒരു മനുഷ്യനെ അടുത്തിടെ ശരീരത്തിൽ ഒരിഞ്ചു സ്ഥലം ബാക്കി വയ്ക്കാതെ തല്ലിച്ചതച്ച് ചോര തുപ്പിച്ച് കൊലപ്പെടുത്തിയത്. പോസ്റ്റ്മോർട്ടം ടേബിളിൽ കണ്ട ആ മൃതദേഹത്തിലെ ക്ഷതങ്ങളെക്കുറിച്ച് ഒരു ഡോക്ടർ തൊണ്ടയിടറി പറഞ്ഞതും നാം കണ്ടു. ആൾക്കൂട്ടക്കൊല കേരളത്തിൽ ആദ്യത്തേതല്ല, ആവർത്തിക്കപ്പെടുന്നതാണ്. രാംനാരായൺ ബഗേൽ കേരളത്തിൻ്റെ പൊതുബോധത്തിനേറ്റ കളങ്കമാണ്, തീരാക്കളങ്കം. രാംനാരായണൻ ബഗേൽ ആദ്യത്തെയാളല്ല, അവസാനത്തെയാളാകാനും വഴിയില്ല. മനുഷ്യനെ അടിച്ചുകൊല്ലുന്ന ബാർബേറിയൻ കൊലപാതകങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ കാരണമെന്താണ്? അട്ടപ്പാടിയിലെ മധു മുതൽ രാംനാരായണൻ ബഗേൽ വരെയുള്ള മനുഷ്യർ ചെയ്ത തെറ്റെന്താണ്? കിഴക്കേ അട്ടപ്പള്ളം കേരളത്തിലാണ്, പാലക്കാടാണ്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച തൊഴിൽ തേടിയെത്തിയതാണ് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണൻ ബഗേൽ. കണ്ടാൽ കള്ളനാണെന്ന് തോന്നില്ലേ എന്ന മുൻധാരണയിലാണ് അന്നാട്ടിലെ ചിലർ രാംനാരായണൻ ബഗേലിനെ പിടിച്ചുകെട്ടുന്നത്. കൈകാര്യം ചെയ്യാൻ ആ നാട്ടിലെ യുവാക്കളെ വിളിച്ചുവരുത്തി ഏൽപ്പിച്ചു. കാരണങ്ങളൊന്നും തേടാതെ കള്ളനെന്ന് മുദ്രകുത്തി. 31കാരനെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ ക്രൂരമായി മർദ്ദിച്ചു. കയ്യിൽ കിട്ടിയതെല്ലാം ഉപയോഗിച്ച് തിരിച്ചു പറയാൻ ഭാഷ പോലും അറിയാത്ത ആളെ ഭേദ്യം ചെയ്തു. ചോര ഛർദ്ദിച്ച് കുഴഞ്ഞു വീണ ബഗേലിനെ പോലീസ് എത്തിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആശുപത്രിയിൽ 3 മണിക്കൂർ തികയും മുൻപ് കുഴഞ്ഞു വീണയാൾ മരിച്ചു. എത്രത്തോളം ക്രൂരമായി ഒരു മർദ്ദനത്തിനിരയായി ഒരു ആൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം, അത് നമ്മളുടെ കേരളീയ സമൂഹം ഒരു അതിഥി തൊഴിലാളിയോട് ചെയ്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരാളെ തച്ചു കൊന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അടി ഒരാളെ ശരീരത്തിൽ ഇത്രയധികം മർദ്ദനമേൽക്കുമ്പോൾ രക്തസ്രാവം ഉണ്ടാവും, അത് തന്നെയാണ് മരണകാരണം. ആ ശരീരത്തിൽ അടിയേൽക്കാത്ത സ്ഥലമില്ലെന്ന് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറാണ്. ഒരു പടി കൂടി കടന്ന് കാടത്തമെന്നാണ് ഡോക്ടർ ഹിതേഷ് ശങ്കർ വിശേഷിപ്പിച്ചത്. ഫേസ്ബുക്കിലും ഡോക്ടർ ആ വൈകാരിക കുറിപ്പ് പങ്കുവച്ചതാണ്. തലയൊട്ടി പൊളിച്ച് വാരിയെല്ല് തകർത്ത് കൊല്ലപ്പെടാൻ മാത്രം ആ മറുനാട്ടുകാരൻ ചെയ്ത തെറ്റെന്താണ്? രാംനാരായണൻ ബഗേലിന്റെ ബന്ധുക്കളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കേരളം മൗനം നടിച്ചു. बड़ा भाई है मेरा, तो यहाँ पे काम उसको पसंद नहीं आया था, तो यहाँ से वो जा रहा था. नया लड़का था तो जगह से अनजान था, रास्ता भटक गया, तो घूमते घूमते उस जहाँ पे उसकी घटना हुआ उस तरफ चला गया. तो लोगों ने उसके साथ में जो वारदात किया था वो किए हैं. उसके बारे में पूरी जानकारी तो नहीं है, लेकिन उसको मारने से मौत हुआ है, ऐसा हमें पुलिस वालों ने बताया है. കൊലപാതകത്തിന്റെ പിറ്റേ ദിവസം 5-ഉം ദേ ഇന്ന് ഒരാളും ഉൾപ്പെടെ ഈ കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 10 ആണ്. ആൾക്കൂട്ട കൊലപാതകമെന്ന് FIRൽ എഴുതാൻ ആദ്യം വിട്ടുപോയ പോലീസിന്റെ വീഴ്ചയടക്കം ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം, ഇങ്ങനെ മനുഷ്യനെ തല്ലിക്കൊല്ലാൻ പോകുന്ന ആൾക്കൂട്ടം കേരളത്തിൽ എങ്ങനെ രൂപപ്പെട്ടു എന്നാണ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന അതിദാരുണമായ കൊലപാതകം, രാംനാരായണൻ്റെ കൊലപാതകം, നമുക്കൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. കാരണം കേരളത്തിൽ 2015 മുതലാണ് നമ്മൾ ഈ ആൾക്കൂട്ട കൊലപാതകവും വിചാരണയെക്കുറിച്ചുമൊക്കെ ഉള്ളൊരു ആലോചന കൂടുതൽ ഇന്ത്യ എമ്പാടും ശക്തമായി വരുന്നത് ദാദ്രയിലെ ആ ഒരു 2015 കൊലപാതകത്തോട് അനുബന്ധമായിട്ട് തന്നെയാണ്. ഇത് മൊത്തത്തിലുള്ളൊരു വെല്ലുവിളി എന്ന നിലയ്ക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സംഘടിതമായ ഒരു ആസൂത്രിതമായ ഒരു പ്രവർത്തനം എന്ന നിലയ്ക്കൊക്കെ നമുക്ക് ഇതിനെ പരിഗണിക്കാവുന്നതാണ്. മോബ് വയലൻസ്, നിയന്ത്രണം തെറ്റിയ ഭ്രാന്തമായ ആൾക്കൂട്ടത്തെ കേരളം ആദ്യമായി കാണുന്നതല്ല. അട്ടപ്പള്ളത്തു നിന്നും 1.5 മണിക്കൂർ അകലെയുള്ള അട്ടപ്പാടിയിൽ 2018 വിശപ്പടക്കാൻ ചോറെടുത്തതിന് തല്ലിക്കൊന്ന മധുവിനെ കേരളം മറന്നിട്ടുണ്ടാകില്ല. മോഷണക്കുറ്റം ആരോപിച്ച് കൈകൾ കൂട്ടിക്കെട്ടി ഭ്രാന്തമായ ഒരാൾക്കൂട്ടം ആദിവാസി യുവാവിനെ മർദ്ദിച്ചു കൊന്നു. രാജേഷ് മാഞ്ചി എന്നൊരു മനുഷ്യൻ ഈ പ്രബുദ്ധ കേരളത്തിൽ ആൾക്കൂട്ടക്കൊലയ്ക്ക് വിധേയനായത് 2023-ലാണ്. മലപ്പുറം കൊണ്ടോട്ടിയിൽ ബീഹാർ സ്വദേശി രാജേഷ് മാഞ്ചിയെ മോഷണക്കുറ്റം ആരോപിച്ചാണ് കൈ പിന്നിൽ കെട്ടി ആക്രമിച്ചത്. കോഴിത്തീറ്റ ഗോഡൌണിൽ തൊഴിലാളിയായി എത്തിയ ഇയാളെ മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു. 2023 എറണാകുളത്ത് സമാനമായ മറ്റൊരാൾക്കൂട്ട കൊലപാതകം നടന്നു. അരുണാചൽ പ്രദേശ് സ്വദേശിയായ അശോക് ദാസ് പെരുമ്പാവൂരിൽ മർദ്ദനമേറ്റു മരിച്ചു. കെട്ടിയിട്ട് മർദ്ദിച്ച നിലയിലായിരുന്നു ഇയാളെയും കണ്ടെത്തിയത്. കേരളത്തിന്റെയും അല്ലെങ്കിൽ ഇന്ത്യയുടെയും പൊതുവിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരു മനുസ്മൃതി സംസ്കാരവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേദങ്ങളും ഇതിഹാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ
ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു വിചാരണ, നമ്മൾ ആൾക്കൂട്ട വിചാരണകളുടെ വലിയൊരു കാഴ്ച നമ്മൾ കാണുന്നത്. ഈ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെയൊക്കെ രീതിശാസ്ത്രം ശ്രദ്ധേയമാണ്. ടാർഗറ്റഡ് വയലൻസ്. വൈകാരികമായ ഒരു തർക്കത്തിനു പകരം ഇരയെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതാണ് രീതി. മർദ്ദനത്തിന്റെ തീവ്രതയും അത് വ്യക്തമാക്കുന്നു. സലിം മാലിക്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.